സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കൊപ്പം മഴക്കെടുതിയും രൂക്ഷമാണ്. ഇന്ന് 12 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം ഒഴിച്ചുള്ള ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. മഴയുടെ പശ്ചാത്തലത്തിൽ തീരദേശത്തും മലയോര മേഖലകളിലും അതീവ ജാഗ്രത തുടരുകയാണ്. മലപ്പുറം കാരത്തോട് നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. പാണക്കാട് എടായിപ്പാലത്താണ് സംഭവം. പത്തനംതിട്ടയിൽ അതീവ ഗുരുതരമാണ് സാഹചര്യം. മൂഴിയാർ ഡാം തുറന്നു. റാന്നി, കോഴഞ്ചേരി താലൂക്കുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചു. പലരും വീട് വിട്ടു പോകാൻ തയ്യാറാകാത്തത് പ്രതിസന്ധിയാണ്. ആറന്മുള, കോഴഞ്ചേരി താലൂക്കുകളിൽ അതീവ ജാഗ്രത നിലനിൽക്കുന്നു. അപ്പർ കുട്ടനാട് വെള്ളത്തിൽ മുങ്ങി. കുറ്റൂർ, പെരിങ്ങര, നെടുമ്പ്ര, നിരണം, കടപ്ര മേഖലകളിലെ വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. ശബരിമല പാതയിൽ മണ്ണിടിഞ്ഞു. മീനച്ചിലാറ്റിൽ വെള്ളം പൊങ്ങിയതോടെ ആർപ്പൂക്കര അടക്കമുള്ള ഇടങ്ങളിൽ വെള്ളം കയറി. തിരുവല്ലയിൽ കൂടുതൽ ആളുകൾ ക്യാമ്പിലുണ്ടെന്ന് മന്ത്രി പി സി വിശ്വനാഥ് പറഞ്ഞു. അതിതീവ്ര മഴ എന്ന മുന്നറിയിപ്പ് ശരിയായിരുന്നു എന്നും മന്ത്രി. വെതർ ഫോർകാസ്റ്റ് കറക്റ്റ് ആയിരുന്നു. അതിതീവ്ര മഴ രാത്രിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. കാരണം രാത്രി പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ മഴ ഭീകരമാവുകയും വീടിന് ചുറ്റും വെള്ളം നിറയുകയും ചെയ്തപ്പോൾ അവരെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനുള്ള കോളുകൾ വന്നുകൊണ്ടേയിരുന്നു. അതെല്ലാം ഇടപെട്ടു, അറ്റൻഡ് ചെയ്തു. പരമാവധി ആളുകളെ നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏറ്റവും പ്രയാസമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ക്യാമ്പിലുള്ളതും തിരുവല്ലയിലാണ്. അപ്പോൾ തിരുവല്ലയിലെ ആളുകളെ വീട്ടിൽ നിന്നും മാറ്റാൻ ടോറസ് വണ്ടികൾ വേണമെന്നൊരു ആവശ്യം രാവിലെ അവിടുത്തെ MLA പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 ടോറസ് വാഹനങ്ങൾ അവിടേക്ക് കൊടുത്തു. NDRFൻ്റെ കൂടുതൽ സംഘം, ഇപ്പോൾ 30 അംഗ ടീം ആറന്മുളയ്ക്ക് പോയിട്ടുണ്ട്. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ കൊല്ലത്ത് നിന്ന് ആറന്മുളയിലേക്ക് യാത്ര തിരിച്ച് അവരധികം സമയം വൈകാതെ ഇവിടെ എത്തും. ഇതെല്ലാം ഇന്നലെ രാത്രിയിൽ കണ്ട അസാധാരണമായ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള മുന്നൊരുക്കങ്ങളാണ്. 14 മത്സ്യത്തൊഴിലാളി ബോട്ടുകൾ ഇപ്പോൾ കൊല്ലത്ത് നിന്നും വാടി കടപ്പുറത്തു നിന്നും ആറന്മുളയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരിവിടെ ഈ തൊട്ടടുത്തുള്ള നമ്മുടെ ദേവാലയത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ അവരെ എല്ലാം യഥാസമയം നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാവുന്ന രൂപത്തിൽ അവരെ അവിടെ സജ്ജരാക്കി നിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട ഒരാൾ മരിച്ചു. അയർക്കുന്നം സ്വദേശി ജിൻഡോ മാത്യു ആണ് മരിച്ചത്. കോട്ടയത്തെ പടിഞ്ഞാറൻ മേഖല വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇടവിട്ടുള്ള ശക്തമായ മഴ മലയോര മേഖലയിൽ ആശങ്കയ്ക്കിടയാക്കുന്നു. ചേർത്തല, കുമരകം, കോട്ടയം റോഡിൽ വെള്ളം കയറിയതോടെ ഗതാഗതം നിരോധിച്ചു. വ്യാപക കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇടുക്കി, മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകളിൽ റെഡ് അലർട്ടാണ്. മലങ്കര, കല്ലാർകുട്ടി, പാമ്പ്ള ഡാമുകൾ തുറന്നു. കോഴിക്കോട് മഴയ്ക്ക് നേരിയ കുറവുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കണ്ണാടിക്കൽ ഭാഗത്തു നിന്ന് ആളുകളെ മാറ്റി. കക്കയം ഡാം തുറന്നതിനെ തുടർന്ന് കുറ്റ്യാടിപ്പുഴയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇരുവഴിഞ്ഞിപ്പുഴയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്ന സാഹചര്യമാണ്.
കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ വീട് ഭാഗികമായി തകർന്നു. കുടുംബത്തെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റി. വയനാട് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട്. മാനന്തവാടിയിലും പനമരത്തും വെള്ളക്കെട്ടുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കാണാതായ രണ്ടാമത്തെ മത്സ്യത്തൊഴിലാളിക്കു വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. മലപ്പുറം കരുവാരക്കുണ്ട് ഇരിങ്ങാട്ടിരിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു. ജില്ലയിൽ 7 ക്യാമ്പുകളിലായി 10 പേരെ മാറ്റിപ്പാർപ്പിച്ചു. എറണാകുളത്തിന്റെ കിഴക്കൻ മേഖലകളിൽ മഴ ശക്തമാണ്. മൂവാറ്റുപുഴയാറിലും തൊടുപുഴയാറിലും ജലനിരപ്പ് ഉയർന്നു. ജില്ലയിൽ 7 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 34 കുടുംബങ്ങളിലായി 102 ആളുകളെയാണ് ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. തൃശൂർ കരുവന്നൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. ഇല്ലിക്കൽ റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ഉയർത്തി. ആലപ്പുഴ AC റോഡിലും വെള്ളക്കെട്ടാണ്. അങ്ങനെ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും മഴക്കെടുതി രൂക്ഷമായി തുടരുന്നു. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, അങ്കണവാടികൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ളവ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. ഇടുക്കി ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ക്യാമ്പ് അവസാനിക്കുന്ന ദിവസം വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെ നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർമാർ അറിയിച്ചു. വയനാട്ടിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങൾക്ക് മാത്രം അവധി നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ആറന്മുള വള്ളസദ്യ പൂർണ്ണമായും ഒഴിവാക്കി. നാളെയും മറ്റന്നാളുമുള്ള വള്ളസദ്യകളാണ് പൂർണ്ണമായും ഒഴിവാക്കിയത്. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള വള്ളസദ്യകളും ഒഴിവാക്കി. ബുക്ക് ചെയ്തവർക്ക് പകരം തീയതി പിന്നീട് തീരുമാനിക്കാം. മഴക്കെടുതി ദുരന്ത മേഖലയിലെ സാഹചര്യം വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രി സന്ദർശിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ നാളെ പത്തനംതിട്ട ജില്ലയിലെത്തും. ഉച്ചയ്ക്ക് 12 മണിയോടെ ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളാണ് സന്ദർശിക്കുക. സംസ്ഥാനത്ത് മഴക്കെടുതി മൂലമുള്ള സ്ഥിതി നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി. മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. വനത്തിനുള്ളിൽ വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇതുവരെ 15 പേർ മരിച്ചു, 7 പേരെ കാണാതായി. പത്തനംതിട്ടയിൽ മാത്രമാണ് ചില പ്രശ്നങ്ങൾ ഉള്ളത്. കൊല്ലത്തുനിന്ന് 14 ബോട്ടുകൾ രക്ഷാപ്രവർത്തനത്തിനായി പുറപ്പെട്ടിട്ടുണ്ട്. 2 ഹെലികോപ്റ്ററും NDRF ടീമും ഫയർഫോഴ്സും സജ്ജമാണ്. ഭക്ഷണ പാക്കറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നുണ്ട്. 16,018 പേർ ക്യാമ്പുകളിൽ കഴിയുകയാണ്. 165 ഹെക്ടറിൽ കൃഷിനാശം ഉണ്ടായതായും VD സതീശൻ പറഞ്ഞു. ഇതുവരെ 15 പേര് മരിച്ചതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. ഇതുവരെ നമുക്ക് കിട്ടിയ പ്രാഥമിക റിപ്പോർട്ട് അനുസരിച്ച് 164.98 165 ഹെക്ടർ സ്ഥലത്ത് കൃഷിയാണ് നശിച്ചിട്ടുള്ളതെന്ന് പ്രാഥമിക റിപ്പോർട്ടാണ്. കൊല്ലത്ത് നിന്ന് 14 ബോട്ടുകൾ, മത്സ്യത്തൊഴിലാളികളുള്ള ബോട്ടുകൾ, ൂരിൽ നിന്നും 2 ഹെലികോപ്റ്ററുകൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. NDRFിൻ്റെ ഒരു ടീം അവിടേക്ക് നിയോഗിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.